ഒരു വിധത്തിൽ പറഞ്ഞാൽ പണിക്കരെ താനാടോ ഭാഗ്യവാൻ. പണമുള്ളത് കൊണ്ട് എന്താ കാര്യം? അതില്ലാത്തടത്താണ് സന്തോഷവും സമാധാനവും ഒക്കെ. ആചാര്യർക്കത് വെറുതെ തോന്നുന്നതാ. പണം ഉണ്ടെങ്കിൽ പാതി ആശ്വാസം കിട്ടുമെന്ന് എനിക്ക് തോന്നണം. 3 മക്കളാ എനിക്ക്. കണ്ടില്ലേ 2 ആൺമക്കളുടെ പണി? ട്യൂട്ടോറിയലുകാരനും ഓട്ടോറിക്ഷക്കാരനും തമ്മിൽ ചാരായം കൂടി. അവന്മാരുടെ ഭാര്യമാരും കുട്ടികളും ഭക്ഷണം കഴിക്കണമെങ്കിൽ വയസ്സുകാലത്ത് ഞാൻ പണിക്ക് പോണം. ഇളയ മകളാണെങ്കിൽ കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുക. ആരെങ്കിലും ഒന്ന് വന്നൂന്ന് വെച്ചോ, ശ്രീധന തുകയ്ക്ക് ഞാൻ എവിടെ പോകും? ഒക്കെ ശരിയാകൂടൂ, നിങ്ങൾ ബേജാറാവണ്ടി. ഈ നാട്ടിൽ നിന്നിട്ട് ഇനിയുള്ള കാലത്ത് ഒരു കാര്യമില്ല. ആചാര്യ മക്കളൊക്കെ പുറത്തു പോയതുകൊണ്ടല്ലേ എല്ലാവരും രക്ഷപ്പെട്ടത്. 2 തലമുറയ്ക്ക് സുഖമായി കഴിയാലോ. സത്യത്തിൽ ഞാൻ മനസ്സ് തുറന്നൊന്നും ചിരിച്ചത് നിന്നാണ്. നിങ്ങളുടെ വീട്ടിൽ വന്നു മിക്സി നന്നാക്കിക്കൊണ്ട് വരണമെന്ന് എന്നും പറയും ആ വിക്കൻ ഉസ്മാനോട്. എന്റെ കർത്താവേ, ഇനി പെരുന്നാള് കഴിയണത് വരെ കുഞ്ഞമ്മണി എങ്ങനെ കഴിയോ? കുളിപ്പിച്ചെടുത്തപ്പോ കോൾ സുന്ദരനായി. ഇതെന്താണല്ല കോഴിക്കൊരു മുഴ? എന്താണല്ലോ പിന്നെ പിള്ളേർ എന്ത് പണിയാണ് കാണിച്ചത്? എന്തല്ല അടുക്കള കംപ്ലീറ്റ് തൊഴുത്താക്കിയല്ല, കുപ്പായോ മുത്തേടാക്കി. ഉസ്മാനെ, അല്ല ചോദിക്കുന്നോടാ വൃത്തികെട്ടവനെ. ഉമ്മ പറഞ്ഞെന്ന്. എന്താണപ്പ ഇത്? വീണ്ടും 2 പേരും തുടങ്ങിയോ യുദ്ധം? എന്താ കുഞ്ഞമ്മണി? ഉസ്മാനെ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. നീയാണോടാ വീണ്ടും ഇവിടൊക്കെ വൃത്തിയേടാക്കിയത്? ഉമ്മാടെ സത്യം ഞമ്മളല്ല ഈ പെമ്പറന്നോരാ. വേണ്ട വേണ്ട, 2 പേരെ എനിക്കറിയാം. പോ പോ, ബാപ്പ പള്ളിന്ന് വരാറായി. വെളിയിലെ ലൈറ്റൊക്കെ ഇട്. ചെല്ല്, അല്ലെങ്കിൽ വരുമ്പോ കേക്കാം. അതവിടെ വെച്ചിട്ട് പോ. ഹലോ, മറന്നുപോയി. പെരുന്നാളായിട്ട് എല്ലാ പണിയും നീ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം. നിന്നെ സഹായിക്കാൻ പണ്ടത്തെ പോലൊന്നും ഉമ്മക്കാവില്ല. എന്താ ചെയ്യ, പ്രായം ഇമ്മിണിയായില്ലേ. ഉമ്മ അവിടെ ഇരുന്നാ മതി, എല്ലാം ഞാൻ ചെയ്തോളാം. മക്കളും കൊച്ചുമക്കളും ഒക്കെ വരുന്നതിന് മുമ്പ് ജോലിയെല്ലാം തീർത്ത് തന്നാ പോരെ. കഴിഞ്ഞ കൊല്ലോ ഇതുപോലെ എല്ലാം ഒരുക്കി കാത്തിരുന്നല്ലയോ, എന്നിട്ട് ഒറ്റ മക്കളും വന്നില്ല. ഇതും അതുപോലെ ആവോ ഉമ്മ? നീ വെറുതെ കരുനാക്ക് പറയാതെടി. നസീറിന്റെ മൂത്ത മോൾക്ക് 18 തികയും മുമ്പ് നിക്കാഹ് നടത്താനുള്ള ധൃതി അവന്. രണ്ടാമന് ഉമ്മറിനാണേ ബിസിനസിന്റെ തിരക്ക്. മുംതാസിനും സുഹറയ്ക്കും വരണമെങ്കിൽ അവരുടെ കെട്ടിയോമാരുടെ സമ്മതവും വേണം. വല്ലപ്പോഴും വരാൻ കഴിയുന്നത് സലീമിനാ.
നസീറായിരിക്കും. ഹലോ, ഞാൻ ഉമ്മയാണ്. നസീറല്ലേ? ഹലോ ഹലോ ഹലോ. എന്റെ വീട് താൻ കണ്ടില്ലേ? മാളികയിൽ വീട്. എന്തൊരു പ്രൗഢി! കാറ്, ജോലിക്കാര്, ആവശ്യത്തിലേറെ പൊന്നും പണവും. ഒരു കുറവ് മാത്രം ആരും കാണുന്നില്ല, എന്റെയും പാത്തുവിന്റെ ഏകാന്തത. കൂട്ടിന് മക്കളുണ്ടോ? മരുമക്കളുണ്ടോ? കുട്ടികളുണ്ടോ? കളിയും ചിരിയുണ്ടോ? മയ്യത്താകാൻ വേണ്ടി ജീവിക്കുന്ന ഒരു ഉമ്മയും പാപ്പയും. ഇന്ന് മക്കളെല്ലാരും എത്തുമല്ലോ, പിന്നെ ഒരു മാസം കുശാല. അവർ തിരിച്ചു പോകുമ്പോ കുറച്ച് വിഷമൊക്കെ തോന്നും, പിന്നെ പയ്യെ അത് അങ്ങോട്ട് മാറിക്കോളും. അല്ല, ഞാൻ പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിക്കുക, നിങ്ങൾ എന്തിനാ ഈ വയസ്സുകാലത്ത് ഈ വീടും സ്വത്തൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കഴിയണേ? ദുബായിൽ മക്കളെ കൂടെ പോയി സുഖമായി ജീവിച്ചൂടെ? നീ കേട്ടില്ലേ പണിക്കര് പറഞ്ഞത്? ഇവിടെ മിറ്റിട്ടങ്ങ് പൊയ്ക്കൂടെ എന്ന് മക്കളുടെ കൂടെ. ഞാനും ആലോചിക്കാറുണ്ട് പണിക്കരെ, എത്ര നാൾ ഇങ്ങനെ വെറുതെ ഇവിടെ. നമ്മൾ രണ്ടാളും മയ്യത്താവുന്നവര് എന്താ പോരെ? മക്കളോടൊപ്പം പോവാന്ന് പറഞ്ഞ ബാപ്പയ്ക്ക് പെരുത്ത കലിയാ. മക്കൾ ഇവിടെ താമസിക്കണമെന്ന് പറഞ്ഞ ഇനി അതിനെങ്ങനെയാ കഴിയാ? അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. കുടിക്കാൻ എന്തെങ്കിലും എനിക്ക്. എനിക്ക് വേണ്ടട്ടോ, പോവാ. ഒരു കൂട്ടു വന്നതാ. ആ ദീപം ദീപം കൃഷ്ണ ഭഗവാനെ. നിങ്ങൾ എന്താന്നാ കരുതിയേ? ഭാര്യ എന്ന് പറഞ്ഞ അടിയിടിയും കൊള്ളുന്ന ഉപകരണമാണെന്നോ? ഇങ്ങനൊരു മനുഷ്യന്റെ ഒപ്പം ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാ. എന്നാ പോയി മരിക്കടി. മക്കളെ, എന്താണിത്? അൻവിത ബിൽഡേഴ്സ് അപ്പാർട്ട്മെന്റുകൾ, വില്ലകൾ, ഇനി അരമണിക്കൂർ പരസ്യം. മോനെ, അൻവിത റെസിഡൻസി ഇന്റർനാഷണൽ എയർപോർട്ടിന് സമീപം, ദേശം ആലുവ. അൻവിത ആർക്കേഡ്, കളക്ടറേറ്റിന് എതിർവശം കാക്കനാട്. അൻവിത ഹെറിറ്റേജ് നിയർ ഇന്റർനാഷണൽ സ്റ്റേഡിയം, കൊച്ചി. അൻവിത ഞാൻ അടുക്കളയിലൊന്ന് പരതിയിട്ട് വരാം. തൊട്ടു നിൽക്കാൻ വല്ല ഉണ്ടോന്ന് നോക്കട്ടെ കേട്ടാ. പെണ്ണുങ്ങളെല്ലാം ടിവിയുടെ മുമ്പിലായതുകൊണ്ട് ഇനി രാത്രി 10 മണി വരെ ഒരു ശല്യവുമില്ല. അപ്പരെന്തേടാ? ഞാൻ കണ്ടില്ല. എന്താ? വെറുതെ. അയ്യോ അമ്മ, ഇത് കുട്ടിയുടെ മീൻ എടുത്തോണ്ട് പോണു. കുട്ടിയുടെ വീട് വലിയേട്ടാ, ഇത് കണ്ടോ? വീട് വലിയേട്ടാ, കുട്ടിയേട്ടനൊന്ന് വിളിച്ചോണ്ട് പോയേ. എന്താടാ ഇവിടെ പ്രശ്നം? ഏട്ടാ, ഈ കുട്ടിയുടെ മീനെല്ലാം എടുത്തോണ്ട് പോണു. എന്തിനാടാ അവളുടെ മീനെടുത്തത്? ഏട്ടാ, നമുക്ക് മറ്റേ വിടടാ അവളെ. ഏട്ടാ, എടാ ഞാനാ പറയുന്നത്, വിടടാ. എന്നാലും നിന്റെ ഏട്ടനാ പറയുന്നത്. ഏട്ടനാണോ ഈ പറയുന്നത്?
നീ എന്റെ അനിയനായതുകൊണ്ട് പറയാ. നീ വാ, ഇത് നമുക്ക് രണ്ടുപേർ കൂടെ കൊണ്ടുപോയി തിന്നാ. അതാ നല്ലത്. തൊട്ട് വെക്കാനുള്ള തട്ടിക്കളായിരുന്നു. നസീറും മക്കളും എത്തിയല്ലോ. ഉമ്മാക്ക് വയ്യാണ്ടിരിക്കാടാ. ഒന്ന് പോവാ, ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഉമ്മാടെ എല്ലാ അസുഖവും മാറും അല്ലേ ഉമ്മ? അതെ മക്കളെ. എടാ ഉമ്മറെ, നീ എന്താ എന്നെ വിളിക്കാതെ പോന്നത്? ഞാൻ എത്ര പ്രാവശ്യം ട്രൈ ചെയ്തതാ, ഫോൺ എൻഗേജ്ഡ് ആയിരുന്നു. അല്ലെങ്കിൽ തന്നെ നിനക്ക് സ്വന്തം കാര്യമല്ലേ ഉള്ളൂ. വന്നിറങ്ങിയപ്പോ തന്നെ പരാതി തുടങ്ങിയല്ലോ. എല്ലാരും അകത്തേക്ക് വെക്കാളി. ഉപ്പാപ്പ, ഇത് ആരുടെ പടമാണെന്ന് പറയാമോ? അതിനീരുണ്ട് എന്റെ വാപ്പാന്റെ. ഇതാരുടെയാണെന്നറിയോ? അത് ഉപ്പാപ്പാന്. ഉപ്പാപ്പാക്ക് തെറ്റി. ഇതും എന്റെ ബാപ്പാന്റെ തന്നെയാ. അതെങ്ങനെയാണ്? ബാപ്പ 80 വയസ്സാകുമ്പോ ഇതുപോലിരിക്കും. അതിന്റെ കണ്ടുപിടിക്കും. ഇതൊന്നും അല്ല കണ്ടുപിടുത്തം, കാണിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ ബാപ്പാന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ ഇങ്ങടെ ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? ആ, അന്നിവിടെ ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല മോളെ, അതുകൊണ്ട് സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആ, നിന്റെ ബാപ്പ കോളേജിൽ പഠിക്കുമ്പോ എടുത്ത ഫോട്ടോ ഉണ്ട്. എന്നാ ഇതാരുടെ ഫോട്ടോയാന്ന് സൂക്ഷിച്ചു നോക്കിയേ. നസീർ തന്നെ. ഈ ഫോട്ടോ നീ എങ്ങനെ സംഘടിപ്പിച്ചു? അതാണ് ഈ ലാപ്ടോപ്പിന്റെ മാജിക്. ചെറുപ്പക്കാരെ വയസ്സന്മാരാക്കുന്ന, വയസ്സന്മാരെ ബാലന്മാരാക്കുന്ന മാജിക്. വേണമെങ്കിൽ നിങ്ങളെ രണ്ടുപേരെ ഞാൻ ചെറുപ്പക്കാരാക്കി തരാം. ഹൃദയം യമുനാ നദിയായി സ്വരജരിയുണരും മുരളീരവമായി നീ എൻ കനവിന്നെ കാന്തതയിൽ യവനികയൊരനുപമ സഖിയായി കവിതയുണർത്തിയ കലമാനിണയായി മിഴിയിണ കവരണ മഴവില്ലഴകായി മധുഗണമുതിരുമൊര സുലഭമലരായി വരുമോ?
ഹൃദയം യമുനാ നദിയായി സ്വരജതിയുണരും മുരളീരവമായി നീ എൻ കനവിന്നെ കാന്തതയിൽ യവനികഞ്ഞൊറിയുമൊരനുപമ സഖിയായി കവിതയുണർത്തിയ കലമാനിണയായി മിഴിയിണ കവരണ മഴവില്ലഴകായി മധുഗണമുതിരുമൊര സുലഭ മലരായി വരുമോ തോഴി. നീ ചാർത്തും പ്രേമത്തിൻ നീരല തഴുകിയുണർത്തിയ ഗാനം ആനന്ദ ഹിമഗംഗയാ. നീ ചാർത്തും പ്രേമത്തിൻ നീരല തഴുകിയുണർത്തിയ ഗാനം ആനന്ദ ഹിമഗംഗയാ. തുടിതാളങ്ങൾ തേടും യാമങ്ങൾ തോറും കാലൊച്ച കാതോർത്തു ശാരദേന്ദു കണ്ടെടുത്ത പെൺമണി താരകങ്ങൾ കാത്തുവെച്ച പൊൻകണി ശ്രുതിയുണരും മനമിതിലരുളു മോഹന സംഗീതം. ഗോപീ ഹൃദയം യമുനാ നദിയായി സ്വരജതിയുണരും മുരളീരവമായി നീ എൻ കനവിന്നെ കാന്തതയിൽ യവനികഞ്ഞൊറിയുമൊരനുപമ സഖിയായി. ഇന്നെന്നിൽ മോഹത്തിൻ ചാരുത തീർത്തൊരു ചന്ദനലതയായി ആശ്ലേഷ മധുരം തരൂ. ഇന്നെന്നിൽ മോഹത്തിൻ ചാരുത തീർത്തൊരു ചന്ദനലതയായി ആശ്ലേഷ മധുരം തരൂ. ഇനിയൊരു നാളും തന്നിൽ പിരിയില്ല തോഴി കരൾ വീണ മൂളും നീതാ. തങ്കനൂപുരങ്ങൾ ചാർത്തി നീ വരൂ രാസകേളി നൃത്തമാടി നീ വരൂ കവിളിണകളിൽ അതരമൊരുക്കും ചുംബന വർണ്ണങ്ങൾ. ഗോപീ ഹൃദയം യമുനാ നദിയായി സ്വരജതിയുണരും മുരളീരവമായി നീ എൻ കനവിന്നെ കാന്തതയിൽ യവനികഞ്ഞൊറിയുമൊരനുപമ സഖിയായി കവിതയുണർത്തിയ കലമാനിണയായി മിഴിയിണ കവരണ മഴവില്ലഴകായി മധുഗണമുതിരുമൊര സുലഭ മലരായി വരുമോ സംഗതി ഹോട്ടാണ്. നസീറും കുടുംബമാണല്ലോ, എന്തിനാ നമ്മളെ വിളിക്കണേ? എന്താ പണിക്കരേട്ടാ ഈ ചായക്കടയിൽ? ഒരു ചായ കുടിക്കാൻ. അത് മനസ്സിലായി. നിങ്ങൾ രാവിലെ ഇറങ്ങുന്നത് ഈ വൃത്തികെട്ട കടയിൽ നിന്ന് ചായ കുടിക്കാനാ? പണ്ട് മുതലേ ഞാനും ആചാര്യ ഈ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാറ്. അതിപ്പോ ഒരു ശീലായിപ്പോയി. കേശവന്റെ ചായ കുടിച്ചില്ലെങ്കിൽ ഒരു ഉഷാറുമില്ല. കേശവൻ ചത്തുപോയ എന്ത് ചെയ്യും? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പണിക്കരേട്ട ഇവിടുന്ന് ചായ കുടിക്കുന്ന എനിക്ക് വിരോധമൊന്നുമില്ല. പിന്നെ ബാപ്പാക്ക് വീട്ടിൽ നിന്ന് ചായ കുടിച്ചൂടെ? ഞങ്ങൾക്കൊരു നിലയും വിലയൊക്കെ ഉണ്ട്, അത് കളഞ്ഞു കുടിക്കാൻ സമ്മതിക്കില്ല. ബാപ്പ മീൻ ചുമന്നിട്ടുണ്ട്, കൊപ്ര കച്ചവടവും നടത്തിയിട്ടുണ്ട്. എന്ന് വെച്ച് ഈ തലമുറ അതൊക്കെ അറിയിക്കണോ? ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? പഴയ ചില കൂട്ടുകാരുമായിട്ടുള്ള ചങ്ങാത്തൊന്നും ഇനി വേണ്ട. എനിക്കത് ഇഷ്ടമല്ല. എനിക്കെന്നല്ല, എന്റെ കെട്ടികൾക്കും കുട്ടികൾക്കും ഇഷ്ടമല്ല. പാപ്പാനോട് പറഞ്ഞേക്ക്, വണ്ടിയെടു.
താനായിരുന്നു. ഞാൻ വിചാരിച്ചു ബാപ്പയായിരിക്കും. ആ ബാപ്പക്ക് അറിഞ്ഞൂടാത്ത സ്വഭാവമൊക്കെ ഉണ്ടല്ലോ. ഒരാളുണ്ട്, പുക വലിക്കൂല, കള്ളു കുടിക്കൂല, അന്യ പെണ്ണുങ്ങളെ മുഖത്തോലും നോക്കൂല. ആരാന്നറിയോ? ഇവിടുത്തെ ബാപ്പ, അല്ലാണ്ടാര്. അങ്ങനത്തെ ബാപ്പാന്റെ മോന് എല്ലാ നല്ല ഗുണങ്ങളും ഉണ്ടല്ലോ. തനിക്കിപ്പോ എന്താ വേണ്ടേ? എന്താ വേണ്ടെന്ന് അറിഞ്ഞൂടെ? കായ് കായ് തരാടോ. ആ പിന്നെ എനിക്കൊരു സംശയം. ഇന്നലെ രാത്രി സലിമിന്റെ മുറിയുന്ന ഒരു ഒച്ചേ കലക്കും ഞാൻ കേട്ടല്ല. കൊച്ചു കള്ള. തനിക്ക് തോന്നിയതാവും. വല്ല ലേഡീസും ആണോന്നറിയാനാ. ഞാനും ബാച്ചിലറാ. പോടോട്. ഇത് ലേഡീസ് എന്നെ. ആരാ നീ? എന്തായി പാതിരായിക്ക്? നിക്കവിടെ. ഞാൻ ചോദിച്ച കേട്ടില്ലേ? നീ ആരാണെന്ന്? എന്റെ സുഹൃത്താണ് പാപ്പ, നൗഷാദ്. വരവിലെന്തോ പന്തികേട് തോന്നുന്നല്ലോ. ആ പുസ്തകം നിന്ന് നീ മാവോയിസ്റ്റാണോ തീവ്രവാദിയാണോ? സലീമിന്റെ ബാപ്പയായി പോയി. സലീമേ, പോലീസിനെ വീട്ടിൽ കയറ്റി നീ ഇറങ്ങുമല്ലേ? നമ്മുടെ സലീം എന്താ ഇങ്ങനെ? എന്റെ റബ്ബേ, പോലീസ് പിടിച്ചവനെ തല്ലിക്കൊല്ലൂലേ? എന്തിനാ ഈ വിപ്ലവമൊക്കെ? ചിലര് കാശിന് വേണ്ടി വിപ്ലവം പ്രസംഗിക്കുന്നു. പലരും കുടുംബമില്ലാത്തവരും സമൂഹത്തെ മറക്കുന്നവരുമാണ്. നമ്മുടെ മകൻ ഇതിലേത് ഗണത്തിൽപ്പെടുന്നവനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവന് കാശില്ലേ, ബന്ധങ്ങളില്ലേ, പിന്നെ എന്തിനു വേണ്ടിയാ ഈ പൊല്ലാപ്പ്? മക്കളെല്ലാരും പുറത്ത് വീടും ബിസിനസ്സും ഒക്കെ ആയി സെറ്റിലായപ്പോ ഇനി അവർ നാട്ടിലേക്ക് വല്ലപ്പോഴെങ്ങാനും വന്നാലായി. സലീമിനെങ്കിലും കൂടെ നിർത്തണമെന്ന് ആഗ്രഹിച്ച ഇനി അത് അപകട. എത്രയും പെട്ടെന്ന് അവന്റെ നിക്കാഹ് നടത്തി നസീറിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടണം. ജോലിയും കുടുംബമൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോ നേരെയാവും. അവൻ പോകൂ. പുറത്തു പോകാൻ ഇഷ്ടമില്ലെന്നാ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ എന്താ ചെയ്യാ? സലീമിന്റെ ബാപ്പയായി പോയി.
വേഗം വേഗം ചെയ്. എന്തോ കല്ല ഹിമാറ് ഈ നമ്മളെ മൈൻഡ് ശരിയാക്കി കൊടുക്കത്തെ കാണിക്കുന്നത് എന്താണ്ടാ ഈ ഉസ്മാൻ മുതലാളിനെ കണ്ടിട്ട് എനക്കൊരു മൈൻഡ് ഇല്ലാത്തത്? ഉസ്മാൻ മുതലാളി എന്ന് അല്ല, ആ പേര് മാറ്റി. ഞാനിതുവരെ കേട്ടിട്ടുള്ളത് വിക്കൻ ഉസ്മാൻ എന്നാ. കുപ്രാബിന്റെ 1002 തുടങ്ങിയതാ. ആചാര് ചെറുപ്പത്തിൽ തുടങ്ങിയ ആദ്യ സ്ഥാപനം. അതുകൊണ്ടാ പച്ച പിടിച്ചതും.
ഈ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. പുതിയ വല്ല ഉണ്ടെങ്കിൽ പറ. ഇനിയും കേൾക്കണം. മുതലാളി തേങ്ങ പിരിച്ച് കൊപ്പറാക്കി വെളിച്ചെണ്ണ ആട്ടി വിറ്റ കച്ചവടം തുടങ്ങിയത്. പിന്നങ്ങോട്ട് വെച്ചടി കയറ്റം അല്ലായിരുന്ന. കോടിക്കണക്കിന് സ്വത്തുണ്ടായിരുന്നിട്ട് കൂടി അതുകൊണ്ടാ ഈ ചെറിയ സ്ഥാപനം വിറ്റ് കളയാത്തത്. മനസ്സിലാടാ മരങ്ങോടാ ആചാരും മുതലാളി വന്നിക്കണ്. അല്ലോ മുതലാളി തുറക്കല്ലേ, ഞമ്മള് തുറക്കാം. അല്ലോ കൊടേന്ന് ഓർന്നില്ലേ പഠിച്ചോനെ. ഇപ്പോഴത്തെ കൊപ്രയ്ക്ക് പഴയ പോലെ എണ്ണ കിട്ടുന്നില്ലല്ലോ ഉസ്മാനെ. കൊപ്രയുടെ എണ്ണം കുറച്ചോ അതോ വെളിച്ചെണ്ണയുടെ അളവ് നീ കുറയ്ക്കുന്നുണ്ടോ? അയ്യോ മുതലാളി, നമ്മള് കള്ളൊന്നും കാണിക്കൂല. കണക്കെല്ലാം കൃത്യ. അതറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചത്. കള്ളം പറയുന്നതും മോഷ്ടിക്കുന്നതും ഭക്ഷണത്തിൽ മായം ചേർക്കുന്നതും കൊലപാതകവും സ്ത്രീപീഡനവും പോലെ വലിയ കുറ്റമാണ്. നമ്മളെ വെറുതെ സംശയിക്കല്ലേ? അനക്ക് കാശിന് വരുത്ത ആവശ്യമുണ്ടെന്ന് നമുക്കറിയാം. പ്രാരാബ്ധമാണ് എന്നെ കൊണ്ട് അരുതാത്തത് ചെയ്യിക്കണത്. ആചാരെ കാണാൻ തിരുമേനി വന്നിട്ടുണ്ട്. ഏത് തിരുമേനി? ശാന്തിക്കാരൻ. വളച്ചുകിട്ടില്ലാതെ കാര്യം അങ്ങോട്ട് പറയാം. ഞാനിവിടെ അടുത്ത അയ്യപ്പ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാണ്. അറിയാം. അല്ല, സൂചിപ്പിച്ചതേ ഉള്ളൂ. എൻ്റെ മോള് രുക്മിണി എഞ്ചിനീയറിംഗ് 3-ാം വർഷം പഠിക്കുക. നല്ലൊരു വിവാഹാലോചന വന്നിട്ടുണ്ട്. മണ്ണാർക്കാട്ടെ സാമാന്യം തരക്കേടില്ലാത്തൊരു തറവാട്ടിലെ പയ്യനാ. ആവശ്യത്തിന് സ്വത്തും ജോലിയുണ്ട്. എൻ്റെ അഭിപ്രായം കൊള്ളാവുന്നതാണെങ്കിൽ താമസിപ്പിക്കാതെ നടത്തുകയാണ് നല്ലത്. പക്ഷെ എൻ്റെ മോക്ക് ഈ വിവാഹം വേണ്ടാന്നാണ് പറയണേ. ഇപ്പോഴത്തെ കുട്ടികളല്ലേ തിരുമേനി, ആദ്യം അങ്ങനൊക്കെ പറയും. അത് കാര്യാക്കണ്ട, എത്രയും വേഗം നടത്താൻ നോക്കി. നടത്താൻ പറ്റില്ല എന്നാ പറയണേ. ആര്? സലീം. എന്റെ മോൻ സലീമോ? അതെ, അവൻ എന്റെ മോളോട് സ്നേഹമാണ് പോലും. സ്നേഹം 3 വർഷമായി തുടങ്ങിയിട്ട്. അവർക്ക് പിരിയാൻ പറ്റില്ല അത്ര. ഞാൻ എന്താ ചെയ്യുക? You have complete the first page. You have complete the first page. ഷോ, എത്ര വായിച്ചാലും മനസ്സിലാകുന്നില്ലല്ലോ. ഓപ്പോളെ, ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞതാ. You have complete the first page of the study of information technology. ഒന്നും മിണ്ടാതെ കാണാ ചില്ലയിൽ എന്നെ ചേർത്തവളാരാണോ? കഥയൊന്നറിയാതെ മനമൊന്നറിയാതെ പ്രണയത്തൂവൽ തുമ്പാൽ എന്നെ തൊട്ടവളാരാണോ? ഒന്നും മിണ്ടാതെ
പുളകം ചാർത്തും മൊഴിയാലെന്നിൽ പ്രണയവസന്തം ഒരുക്കിയില്ലേ പുളകം ചാർത്തും മൊഴിയാലെന്നിൽ പ്രണയവസന്തം ഒരുക്കിയില്ലേ പരിഭവമലരിന്നിതളുണരും മരുമസഖി നിന്റെ ഉറുനിരമാടിയൊതുക്കുമ്പോൾ മിഴിയിണ കൂമ്പുകയോ മണിമുകിലായി മതിമുഖിയായി സ്മൃതിപഥങ്ങൾ തിരഞ്ഞു യുഗങ്ങൾ കടന്നു കരങ്ങൾ കവർന്നു പുണർന്നു മയങ്ങി നീ എൻ സ്വന്തമായില്ലേ ഒന്നും മിണ്ടാതെ ചിരിയും മൂടാതെ കരളിൻ കാണാ ചില്ലയിൽ എന്നെ ചേർത്തവനാരാണോ കഥയൊന്നറിയാതെ മനമൊന്നറിയാതെ പ്രണയത്തൂവൽ തുമ്പാൽ എന്നെ തൊട്ടവനാരാണോ ഒന്നും മിണ്ടാതെ Read and discuss the notes in this. Are the ideas correct? Present your news in the class. Consolidate the different opinions and outer in your മോനകത്ത് ഒന്ന് പഠിക്കട്ടോ. മോളെ രുക്മിണി, മോൾ ഇവിടെ ഇരിക്കെ. അമ്മയ്ക്ക് അല്പം സംസാരിക്കാനുണ്ട്. എല്ലാ അമ്മമാർക്കും പെൺമക്കൾ വളരുന്നതനുസരിച്ച് ആദിയും കൂടും. ഇന്നലെ വരെ മോളെക്കുറിച്ച് അമ്മയ്ക്ക് അതില്ലായിരുന്നു. എന്റെ മോള് വളർന്നിരിക്കണു. ഇനി ഉപദേശിക്കേണ്ട കാര്യമില്ല. നീ പഠിപ്പും വിവരമുള്ള കുട്ടിയാ. അമ്മ പറയാൻ പോണത് എന്താന്ന് എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ 3 വർഷമായി ഞാനും അവനും തമ്മിൽ സ്നേഹത്തിലാണ്. അത് അമ്മയോട് പറയാൻ അവസരം കിട്ടിയില്ലെന്ന് മാത്രം. എന്റെ മോള് നല്ല കുട്ടിയാണല്ലോ. നിനക്കിതെന്താ പറ്റിയേ? നിന്റെ ഈ സ്നേഹം നമ്മുടെ ബന്ധുക്കൾ അറിഞ്ഞാലുണ്ടാകുന്ന പുകില് നിനക്ക് ഊഹിച്ചൂടെ? അറിയാം അമ്മേ, എന്നാലും എനിക്ക് അവനെ മറക്കാൻ കഴിയണില്ല. സലീം പാവാണ് അമ്മേ. ഈ പ്രായത്തിൽ മോക്ക് അങ്ങനെ തോന്നും. അമ്മ കുറ്റപ്പെടുത്തുന്നില്ല. അമ്മയ്ക്ക് ഭയം ഒന്നേ ഉള്ളൂ, അവന്റെ ജാതി. അതെന്താ മോള് മനസ്സിലാക്കാത്തെ? അവൻ മുസ്ലിമായി ജനിച്ചത് അതൊരു കുറവാണോ? ഞാൻ സ്നേഹിച്ചത് മതത്തെ അല്ല, ഒരു പുരുഷനെയാണ്. അമ്മ എന്നോട് ക്ഷമിക്കണം. പൂണൂരിട്ടോനാണെങ്കിലും എനിക്ക് ജാതിയും മതമൊന്നുമില്ല. ഈശ്വര വിശ്വാസിയും മനുഷ്യ സ്നേഹിയുമാ. ഒരു മുസ്ലിം ചെക്കനുമായിട്ടുള്ള എന്റെ മോളുടെ സ്നേഹം ഞാൻ അംഗീകരിക്കുമെങ്കിലും എന്റെ സമുദായം അതിന് തയ്യാറാവുമെന്ന് തോന്നണില്ല. അത് ഈ നാട്ടിൽ ചിലപ്പോ മതഭ്രാന്തിന് കാരണമായേക്കാം. ചിന്തിച്ചിട്ട് ഒരു മനസമാധാനവും കിട്ടണില്ല. എന്റെ റബ്ബേ, ഇനി നമ്മൾ എന്താ ചെയ്യാ? ഒരു പ്രശ്നത്തിന് സമാധാനമായിപ്പോ വീണ്ടും അടുത്ത പൊല്ലാപ്പ്. പ്രേമവും സ്നേഹവും പതിവുള്ളതാണ്. ആണും പെണ്ണും ഉള്ളിടത്തോളം കാലം അതൊക്കെ നടക്കും. എന്നാൽ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള മതവും സമുദായവും അത് അംഗീകരിച്ച് തരുമോ? ഓർത്തിട്ട് തലയ്ക്ക് പെരുപ്പ് കയറുന്നു. നിക്കാഹ് നടത്തി കൊടുത്ത സമുദായക്കാര് വീട് കത്തിക്കും. നടത്തി കൊടുത്തില്ലെങ്കിൽ പെണ്ണും ചെറുക്കനും ഒളിച്ചോടും. അയ്യോ, അവരെവിടെ ചെന്ന് താമസിക്കും?
മതഭ്രാന്തന്മാർ അവരെ പിടികൂടില്ലേ? പിടികൂടും, എന്നിട്ട് ജീവനോടെ ചുട്ടിരിക്കും. എന്റെ റബ്ബേ, ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. നാട്ടുകാരറിയണതിന് മുമ്പ് ഇതിനൊരു തീരുമാനം ഉണ്ടായേ പറ്റൂ. സലീമിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കൂടെ? അവൻ കൊച്ചുകുട്ടിയല്ലല്ലോ. അതാ കുഴപ്പം. അല്ലെങ്കിൽ പറഞ്ഞ് നേരെയാക്കാമായിരുന്നു. ബാപ്പാക്ക് കഴിയാത്ത ഉമ്മാക്ക് കഴിയണം. നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. എന്താ മോനെ ഇത്? നേരം എത്രയെന്നറിയോ? മോനെ, ഇന്നത്തെ ദിവസം നീ ഒന്നും കഴിച്ചില്ലല്ലോ. ദാ ഇതെങ്കിലും കഴിക്കേ. നിന്റെ ഇഷ്ടങ്ങൾക്കൊന്നും ഉമ്മ എതിര് നിന്നിട്ടില്ല. മാതാപിതാക്കൾക്ക് മക്കളെല്ലാം ഒരുപോലെയാണെങ്കിലും ഞങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നിന്നെയാ. നീ ഞങ്ങളെ എന്തോരം കണ്ണീര് കുടിപ്പിച്ചു. നിന്റെ ചില ചീത്ത കൂട്ടുകെട്ടുകൾ, അത് ഈ കുടുംബത്തിനുണ്ടാക്കിയ ദോഷങ്ങൾ, പോലീസ് കേസ്, കോടതി, ബാപ്പ ചെലവാക്കിയ കാശിന്റെ കണക്ക് നിനക്കറിയോ? നിന്നെ തിരിച്ച് കിട്ടുമെന്ന് പോലും കരുതിയില്ല. മോനിത് കേൾക്കണം. എനിക്കൊന്നും കേൾക്കണ്ട. നീ ഇത് കേട്ടേ പറ്റൂ. മോന്റെ സ്നേഹം അപകടമാണ്. എന്റെ മനസ്സ് പറയുന്നു. ഇതറിഞ്ഞ ശേഷം ബാപ്പ ഉറങ്ങിയിട്ടില്ല. എന്റെ മോൻ എല്ലാം മറക്കണം. വേറെ ഏത് ആഗ്രഹവും ഉമ്മ സാധിച്ചു തരാം. ഒക്കെ മറക്ക്. ഉമ്മ ചോറ് വാരിത്തരാം, മോൻ കഴിക്ക്. വേണ്ടെന്നല്ലേ പറഞ്ഞു. എന്തായി കാണിക്കണം? ജീവിക്കണ്ട. വിടാനാ പറഞ്ഞ. ഇങ്ങോട്ട് വിടുമ്മ. എന്തായി കാണിക്കണ?
നോക്കിയാണ് എന്റെ മൊഞ്ചുള്ള കണ്ണ്. താൻ പറഞ്ഞത് സത്യമാണോ? സത്യം എന്റെ തുമ്മാണ്. അപ്പൊ ഈ ഉസ്മാനാണ് സത്യം. ഇവർ ഇരട്ടകളാണെന്നോ? ഇതുവരെ ഒരു പത്രത്തിലും ഞാൻ വായിച്ചു കേട്ടിട്ടില്ലല്ലോ. അതല്ലേ സീക്രട്ട്. ഈ വലിയ വലിയ ആൾക്കാരുടെ രഹസ്യങ്ങൾ എന്താ ഇവിടെ ഇവിടെ സീക്രട്ടാ. ഐശ്വര്യ റോയ്ക്ക് ഒരു ഇരട്ട സഹോദരിയോ? കൊള്ളാലോ ഈ വനമാല. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു മനസ്സേ എത്ര പെട്ടെന്നാ മാറുന്നേ. മാറ്റം വന്നില്ലേ? എന്തൊക്കെ അടവ് പ്രയോഗിച്ചു? ആദ്യം ഉപദേശിച്ചു നോക്കി, പിന്നെ ഉസ്മാനെ വച്ച് ചില വേലകൾ, ഒടുവിൽ വിഷം കുടിച്ചു. ബസ് കുടിച്ചാ? ഇല്ല, കുടിച്ച മാതിരി അഭിനയിച്ചു. നീ ആള് കൊള്ളാല്ല. ഒടുവിൽ ഐശ്വര്യ റായിയുടെ ഇരട്ട സഹോദരിയ നിന്റെ പുതുപ്പെണ്ണ് സീനത്തെന്നും ബോംബെയിൽ ഫ്ലാറ്റ് ഉണ്ടെന്നും BMW കാറുണ്ടെന്നും പറഞ്ഞു. അവൻ സമ്മതിച്ചോ? പിന്നല്ലാതെ ആള് വീണു. അപ്പൊ നമുക്ക് ഈ ആലോചന ഉറപ്പിക്കാം. കർത്താവേ, അടുക്കളയിൽ തന്നെ ഇഷ്ടം പോലെ പണി കിടക്കുന്നു. അതിന്റെ കൂടെയാ ഈ പുറത്തെ പണി, ചകിരിവാരലും. അല്ലോ അല്ലോ അല്ലോ. ഈശോയെ, ഇത് നമ്മുടെ ഉസ്മാൻ അല്ലയോ? പിന്നെ എന്റെ വാപ്പയെന്ന് വിചാരിച്ച. അത് ശരി. താൻ ഇവിടെ ഇരിക്കായിരുന്നോ? ഞാൻ എവിടെയൊക്കെ നോക്കി. അടുക്കളയിലോട്ട് ചെല്ല്, ആ ചട്ടിയും കലമൊക്കെ കഴിവെക്ക്. അല്ല കുഞ്ഞമ്മണി, എനിക്കൊരു സംശയം. എന്ത്? ഈ സലീമിന്റെ കല്യാണം ഇത്ര പെട്ടെന്ന് നടത്തണേ? പഠിത്തം കഴിഞ്ഞിട്ടില്ലല്ലോ. മുസ്ലിങ്ങൾ ചെറുപ്പത്തിലേ കല്യാണം കഴിക്കും. അത് നീ അത്ര കാര്യമാക്കണ്ട. അതെനിക്കറിയാം. പിന്നെ മക്കളുടെ എല്ലാം നിക്കാഹ് കാണാൻ ഇവിടത്തെ ഉമ്മക്കും ബാപ്പയ്ക്കും ഭാഗ്യം ഉണ്ടായില്ല. എല്ലാം ദുബായിൽ വെച്ചായിരുന്നല്ലോ. അതുകൊണ്ട് നിനക്ക് ഗുണമല്ലോ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ പണിയൊന്നും ചെയ്യണ്ടല്ല. അല്ല ഉസ്മാനെ, ഹാജിയരെ കാണുമ്പോ മാത്രം നിനക്കെന്താ വിക്കില്ലാത്തെ? അത് പേടിച്ചിട്ടാ. എന്താ ഉമ്മ ഞങ്ങളാരെ അറിയിക്കാതെ ഇത്ര പെട്ടെന്ന് നിക്കാഹ് ഉറപ്പിച്ചത്? ആഹാ, നിങ്ങളെല്ലാരും ഫോൺ വിളിച്ച് അറിയിച്ചതാണല്ലോ. ഈ വീട്ടിൽ ഒടുവിലത്തെ നിക്കാഹ സലീമിന്റെ. അത് നടത്തേണ്ടത് എല്ലാവരുടെയും സമയവും സൗകര്യവും നോക്കിയിട്ട് വേണ്ടേ? അവർക്ക് എത്രയും പെട്ടെന്ന് നടത്തണമെന്നാ. അവൻ അതിന് പെണ്ണിനെ നേരിൽ കണ്ടോ? അവൻ ഇഷ്ടപ്പെട്ടോ പെണ്ണിനെ? ഇഷ്ടപ്പെടാതെ എങ്ങനെയാ ഉറപ്പിക്കുന്നേ? ബോംബെയിൽ നല്ല വീടും ബിസിനസ്സും ഒക്കെ ഉണ്ട്. അത് നല്ലതുപോലെ നോക്കി നടത്തിയാ മതി. ഞങ്ങളെല്ലാരും പുറത്തായതിനാൽ സലീമിന് നാട്ടിലുള്ളൊരു പെൺകുട്ടി മതിയായിരുന്നു. അവനും പോയി ബോംബെ സെറ്റിലായാൽ. അതെങ്ങനാ? എല്ലാ തീരുമാനങ്ങളും ബാപ്പ ഒറ്റയ്ക്കല്ലേ? ഞങ്ങൾ ആരുടെ അഭിപ്രായം ഒന്നും ചോദിക്കില്ലല്ലോ. നിങ്ങളെല്ലാരും നിങ്ങൾക്കിഷ്ടപ്പെട്ടവരെ കണ്ടെത്തിയില്ലേ? ആ നിക്കാഹൊന്നും ഞമ്മക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇതിവിടെ തന്നെ വെച്ച് നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതാ, ഇനി അതേ ചൊല്ലി ഒരു ചർച്ച വേണ്ട. ബർദുബായിൽ നിന്ന് പർച്ചേസ് ചെയ്യാമായിരുന്നു. നല്ല ലേറ്റസ്റ്റ് ഫാഷൻ കിട്ടിയേനെ. അതിനെവിടാ സമയം കിട്ടിയേ? ഇവിടെ നല്ലൊരു സെലക്ഷൻ ഉണ്ടോ? നിങ്ങൾ സാരിയല്ല നോക്കിയിരിക്കുക, പോകാനുള്ള ഒന്നും പാക്ക് ചെയ്തില്ല. അത് വന്നപ്പോഴേ പാക്ക് ചെയ്ത് കഴിഞ്ഞു.
നാളെ 11 മണിക്കല്ലേ നിക്കാഹ്. 2 മണിക്ക് മുമ്പേ റിസപ്ഷൻ തീർക്കണം, എങ്കിലേ 5 മണിക്കുള്ള ഫ്ലൈറ്റ് പിടിക്കാൻ പറ്റൂ. നാളെ വൈകുന്നേരം ബോംബെ റിസപ്ഷൻ വെക്കണ്ടായിരുന്നു. ഒരു ദിവസമെങ്കിലും ഉമ്മയുടെയും ബാപ്പയുടെയും കൂടെ താമസിച്ചിട്ട് പോകായിരുന്നു. യെസ്, മണവാട്ടിക്കുട്ടം പുത്തൻ പണക്കാരല്ലേ, പവർ കാണിക്കാനാ നിക്കാന്റെ അന്ന് തന്നെ പാർട്ടി വെച്ചത്. നാളെ തന്നെ നിങ്ങൾക്കെല്ലാം പോണോ? എന്റെ ഇത്താത്ത ദുബായിൽ കഴിഞ്ഞ 2-3 ദിവസം ഒറ്റയ്ക്കാണല്ലോ എന്ന ടെൻഷനിലായിരുന്നു. സമയത്ത് ആഹാരം കഴിച്ചോ മരുന്ന് കുടിച്ചോ എന്ന് പോലും അറിയില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് എത്തിയാ മതിയായിരുന്നു. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല, എല്ലാരും തിരക്കുള്ളവരല്ലേ. സലീമിനോട് പറയണം മുംബൈ സ്ഥിരതാമസം ആക്കരുതെന്ന്. ഇടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങോട്ട് വരണമെന്ന്.
ഞങ്ങൾ പോയിട്ട് വരാം ഉമ്മ. രണ്ടാളും ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന് ആശിച്ചതാ. മുംബൈ ദൂരെയൊന്നുമല്ലല്ലോ ഉമ്മ. 2 മണിക്കൂർ യാത്ര ചെയ്ത് എത്താവുന്നല്ലേ ഉള്ളൂ. മോനെ, ഉമ്മയുടെ വിഷമമൊന്നുമില്ലല്ലോ? എല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ രണ്ടാളും മാത്രമേ ഉണ്ടാകാവൂ. പലതും മറക്കാൻ കഴിയുന്നത് നല്ലതിനു വേണ്ടിയാണെന്ന് കരുതണം. ഞങ്ങളോട് ഒറ്റയ്ക്കാണെങ്കിലും മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. സന്തോഷമായിട്ട് പൊയ്ക്കോളി. നിക്കാഹ് കഴിഞ്ഞ ഉടനെ മക്കളെല്ലാം മടങ്ങിപ്പോയത് ശരിയായില്ല. ഒരു ദിവസമെങ്കിലും അവർക്ക് താമസിക്കായിരുന്നു. എന്റെ അമ്മ, അവരൊക്കെ ഒരുപാട് തിരക്കുള്ള ആൾക്കാരല്ലേ, ഗൾഫ് മലയാളീസ് അല്ലേ. അതുപോലെയാണോ നമ്മള് വെറും ഡ്യൂപ്ലിക്കേറ്റ് കേരളാസ്. പാവ ഉമ്മ, ആ മണവാട്ടിയൊന്ന് ശരിക്ക് കാണാൻ പോലും പറ്റിയില്ല. 2-3 ദിവസമായിട്ട് ആളും അനക്കമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ മക്കളും കൊച്ചുമക്കളും കാരണം കിടന്നുറങ്ങാൻ സ്ഥലമില്ല അല്ലേ അമ്മേ? അയ്യോ, ഇപ്പഴാ ഓർത്ത്. എടി, നമുക്കുള്ള പിള്ളേരൊക്കെ എന്തിടി? ഓ, നേരത്തെ കിടന്നുറങ്ങി. ഭാഗ്യം, പഠിക്കാനൊന്നുമില്ലല്ലോ. അവർ എന്തോടത്ത് വായിക്കാനാ? സർക്കാർ പള്ളിക്കൂടത്തിൽ പഠിക്കുന്നോണ്ട് പരീക്ഷ കഴിഞ്ഞ് പുസ്തകം വരത്തുള്ളൂ. അതുകൊണ്ട് പുസ്തകം വാങ്ങാതെ രക്ഷപ്പെട്ടെ. ഈ മദ്യത്തിനൊക്കെ എന്തോ, ഈ മദ്യത്തിനൊക്കെ എന്നാ വിലയാന്ന് ദൈവമേ. തികയുന്നില്ല. എത്ര കൂട്ടിയാലും ആരെങ്കിലും പരാതി പറയുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അരിക്ക് വില കൂട്ടിയാ ബന്ദ്, മണ്ണെണ്ണയ്ക്കും പെട്രോളിനും കൂട്ടിയാ ഹർത്താൽ, ബസ് ചാർജ് കൂട്ടിയാ പോലും സമരം. പാവം, ഇതിന് മാത്രം ആർക്കും ഒരു പ്രതിഷേധവും ഇല്ല. അപ്പാ, പിന്നൊരു കാര്യം, അപ്പൻ്റെ ആ ഫ്രണ്ട്ഷിപ്പില്ലേ ആ ആചാര്യമായിട്ട്, അത് മരുമക്കാർക്കും അത്ര സൂചിച്ചിട്ടില്ല. ഇന്നലെ എനിക്ക് അതവിടെ വെച്ച് മനസ്സിലായി. അപ്പൻ അതങ്ങ് സ്റ്റോപ്പ് ചെയ്യണം. മോളെ, ഇതാ മനസ്സിലായില്ല? കുട്ടി എന്തിനാ വന്നത്? മോക്ക് വീട് തെറ്റിയതായിരിക്കും. ഇത് മുഹമ്മദ് ഹാജിയുടെ വീടാ. അറിയാം. എന്താ നിന്റെ പേര്? രുക്മിണി. അയ്യോ, ശാന്തിക്കാരൻ നാരായണ നമ്പൂതിരിയുടെ മകളാ.
എനിക്ക് സലിമിനെ ഒന്ന് കാണണം. എന്തിനാ കുട്ടി ഇനി അതൊക്കെ? മോളെ ഈ രാത്രി
ഇത്ര പെട്ടെന്ന് മകന് കല്യാണം ആലോചിച്ച് നടത്തൂന്ന് കരുതിയില്ല. എല്ലാം ഭംഗിയായി കലാശിച്ചു എന്നറിഞ്ഞു. എല്ലാം ഭഗവാന്റെ കടാക്ഷമെന്ന് കരുതിയാ മതി. ഇന്നലെ തന്നെ സലീമിനെയും മരുമോളെയും ബോംബെയിലേക്ക് സ്ഥിരതാമസത്തിന് അയച്ചുല്ലേ? നന്നായിട്ടോ. അയാൾ ഈ നാട്ടിൽ കഴിയണത് കുഴപ്പാ. കാര്യങ്ങൾ ഇരു ചെവി അറിയാതെ തീർന്നു കിട്ടിയില്ലോ. സന്തോഷായി. പാവം എന്റെ മോള് ഒന്നും അറിഞ്ഞിട്ടില്ല. ഹോസ്റ്റലുണ്ട്. അവളെ നോക്കാൻ ഒരാളെ ചട്ടം കെട്ടിയിട്ടുമുണ്ട്. ഇനി ഒന്നും പേടിക്കാനില്ല. നിങ്ങളുടെ മോള് രുക്മിണി എന്റെ വീട്ടിലുണ്ട്. ഇന്ന് വെളുപ്പിന് വന്നു. ഈശ്വര, എന്താ ഞാനീ കേക്കണേ? സലീമിന്റെ നിക്കാഹ് കഴിഞ്ഞത് അവൾ അറിഞ്ഞോ? എനിക്കറിയില്ല. നിങ്ങളുടെ മോള് ഗർഭിണിയാണ്. എന്റെ മോനാണ് ഉത്തരവാദി. ഭഗവാനെ, വരുന്ന ചിങ്ങത്തിന് മുമ്പ് മണ്ണാർകാട്ട ചെക്കനുമായിട്ടുള്ള വേളി നടത്താമെന്ന് നിശ്ചയിച്ചതാണല്ലോ. ചതിച്ചല്ലോ. ഇറ്റ്സ് ടു ലേറ്റ് ഉമ്മ. ഇപ്പോൾ തന്നെ 4 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇനിയൊരു അബോർഷൻ ബുദ്ധിമുട്ടാ. സോ ഐ എം വെരി സോറി.
അത് തല്ലി പൊട്ടിക്കല ചെയ്യാ സലിം അങ്ങോട്ട് അല്ല അനങ്ങണില്ലല്ല. അത് ശരി, നമ്മള് കയറ്റങ്ങോട്ട് കയറ്റാണല്ലേ ഹാമുക്കെ. പ്രായം കുറവാണെങ്കിലും ഉള്ളതൊക്കെ വലിച്ചു വരുത്തുന്ന പെരുത്തിരിക്കുക നമുക്ക്. എന്റെ റബ്ബേ, ഈ ചെറുക്ക ഉറങ്ങാണ്ട് ബാക്കിയുള്ളവർക്ക് ഉറങ്ങാൻ പറ്റൂലല്ലേ. മോനെ റസാക്കെ, ആനക്ക് ഉറക്കം പറഞ്ഞില്ലേ? ഇല്ലേ കൊള്ള ഹിമാർ പടച്ചോനെ. കളി കളി. താടാ ഞങ്ങളുടെ ബൊമ്മ. നിന്നെ ബാപ്പ, എന്റെ കളിപ്പാട്ടം എല്ലാം റസാക്ക് പൊട്ടിച്ചു. എന്നെ അടിക്കുകയും ചെയ്തു ബാപ്പ. ഒന്ന് നോക്കിക്കേ. നാശം. എവിടെയാ കുരുത്തം കെട്ടവൻ? വാ. കണ്ടില്ലേ എല്ലാം നശിപ്പിച്ചിട്ടിരിക്കുന്നത്? എന്താണ് നീ കാണിച്ചത്? അടിച്ചു നിന്നെ. കണ്ടില്ലേ ഇരിക്കുന്നത്? നാശം. എവിടെന്നെങ്കിലും വന്ന് കേറിക്കോളും. വാ മക്കളെ, നിങ്ങൾ പോ. മോനെ അവന് ദാ ഇരിക്കുന്നു. ഉമ്മ, ഇതെന്ത് ഭാവിച്ച? സഹിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് കേട്ടോ. എന്തു പറ്റി? സക്കാത്ത് കിട്ടിയ ആ തലതെറിച്ചവനെ ഇവിടെ എന്തിനാ ഞങ്ങൾ വളർത്തണേ? ഉമ്മ ആ മുറിയിലോട്ടൊന്ന് ചെന്ന് നോക്കിയേ, അവൻ കാണിച്ചു വെച്ചിരിക്കുന്ന കുരുത്തക്കേട്. കുറെ നാളായിട്ട് അവനോട് ഒറ്റയ്ക്കായിരുന്നല്ലോ. കുട്ടികളെ കണ്ടപ്പോ അതിന്റെ ഒരു സന്തോഷം എല്ലാരെയും കണ്ടതിന്റെയാ. നിങ്ങൾക്കിതെല്ലാം സന്തോഷമായിരിക്കും, ഞങ്ങൾക്കിത് അരോചകമാ. ജനിച്ചപ്പോഴേ അവന്റെ ഉമ്മ മയ്യത്തായി. ബുദ്ധി വികസിക്കാത്ത അവനെ നമുക്ക് കളയാൻ കഴിയുമോ? ബാപ്പയുടെ ചില നേരത്തെ രീതികൾ കണ്ടാ തോന്നും ഞങ്ങളെക്കാൾ സ്നേഹം അവനോടാണെന്ന്. മോളെ, ബാപ്പയ്ക്ക് അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. എല്ലാരും ഒരുപോലെയാ. കുറച്ച് പ്രായമാവുമ്പോ റസാക്കിന്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാവുന്ന ഡോക്ടർമാര് പറയുന്നേ. മാറ്റം വരുമെന്ന് നാട്ടിൽ വരണ്ട 100 വട്ടം പറഞ്ഞല്ലേ, കേട്ടില്ലല്ലോ? അനുഭവിച്ചോ? മോനെ, എന്റെ കർത്താവേ, ആ ചെറുക്കൻ കാണിച്ചിട്ട കോലം കണ്ടോ? ഇതൊക്കെ ആരോട് പറയാനാ? ഉമ്മയുടെയും ബാപ്പയുടെയും കൂടെ 15 നാള് നിക്കാമെന്ന മക്കളും മരുമക്കളുവാ. 4-ാം നാള് പെട്ടിയും പെറുക്കി സ്ഥലം വിട്ടു. എങ്ങനെ സ്ഥലം വിടാതിരിക്കും? അവൻ ചില്ലറ മേളമാണ് കാണിച്ചത്. കണ്ടില്ലേ ആന കരിമ്പു തോട്ടത്തിൽ കയറിയതുപോലെ. ആ പിള്ളേരൊക്കെ പിച്ചേ മാന്തം ചെയ്താ അവരെ സഹിക്കുവോ? ഓ പിന്നെ, പിള്ളേരാവുമ്പോ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാവും. അതൊന്നും കാര്യമാക്കണ്ടെന്നേ. ഒന്നുമില്ലേലും അവൻ ഈ വീട്ടിലെ കൊച്ചല്ലയോ? അതങ്ങ് തുറന്ന് പറഞ്ഞാലെന്താ? പിന്നെ പറഞ്ഞു. ഇതിപ്പോ കഴിച്ചിട്ട്
തുപ്പാനും വയ്യ മതിരിച്ചിട്ട് ഇപ്പൊ ഇറക്കാനും വയ്യ. അത് തന്നെ അത് തന്നെ. സലിമിന്റെ കുട്ടിയാണെന്ന് പറഞ്ഞ എന്താ കുഴപ്പം? അല്ല കൊച്ചമ്മണി പറയാതെ തന്നെ കൊഴപ്പാ. പിന്നെ പറഞ്ഞാല് അല്ല, ആ ചെറുക്കനെ ഉമ്മാടേം ബാപ്പയുടെയും കാലശേഷം നമ്മുടെ തലയിലാവോ ഉസ്മാനെ? എന്റെ അല്ല. ഉമ്മ ഇനി അധിക കാലം ഉണ്ടാവും തോന്നുന്നില്ല. ആയുർവേദം അലോപ്പതിയും ഒക്കെ മാറി മാറി ഒരുപാട് നോക്കിയതല്ലേ. ഇത്രയും കാലം ജീവിച്ചിരുന്ന തന്നെ ഭാഗ്യം. ഒന്ന് ചെന്ന് കാണണമെന്ന് എപ്പോഴും വിചാരിക്കും. ഒന്നിന് സമയം കിട്ടണില്ല. അമ്മയ്ക്കൊന്ന് പോയി കണ്ടാലെന്താ? രോഗിയായി കിടക്കുമ്പോ സ്നേഹമുള്ളവർ വന്ന് കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത് വലിയൊരു ആശ്വാസമുള്ള കാര്യം തന്നെയാണ്. ബാപ്പാക്ക് കഞ്ഞി കൊടുത്തോ? കുടിച്ചോണ്ടിരിക്കുക. ഉസ്മാൻ എവിടെയാ? അവനെ ഞാനിന്ന് കണ്ടതേയില്ലല്ലോ. പള്ളിയിൽ എന്തോ ജോലി ഉണ്ടെന്ന് പറഞ്ഞു പോയതാ. ഇതുവരെ വന്നിട്ടില്ലെന്നേ. ബാപ്പാനോട് ചോദിച്ചിട്ടാണോ പോയെ? അതെ. പെരുന്നാളിന് ഇനി എത്ര ദിവസമുണ്ട്? 4 നാള്. മക്കളെല്ലാം അതിനു മുന്നേ എത്തും. അടുക്കളയിന്ന് കയറാൻ നിനക്ക് സമയം കിട്ടൂല. ഒന്ന് എണീറ്റിരിക്കാനും നടക്കാനും കഴിഞ്ഞിരുന്നെങ്കിൽ. ഉമ്മ ഇപ്പൊ എണീക്കാൻ നടക്കൊന്നും വേണ്ട. ഇവിടെ കിടന്നുറങ്ങ്. ഉറക്കമൊന്നുമില്ല കുഞ്ഞമ്മണി, വെറുതെ അങ്ങ് കിടക്കുക. ബാപ്പ കഞ്ഞി കുടിച്ച് തീർന്നാവോ? നീ ഒന്ന് ചെന്ന് നോക്കിയേ. ചെല്ലേ. കിടന്നോ? കിടന്നു. മരുന്ന് കഴിച്ചു. കഞ്ഞി കഞ്ഞി കുടിച്ചില്ല അല്ലേ? കുടിച്ചു. കള്ളം പറയണ്ട, എനിക്കറിയാം.
നിനക്ക് കുടിക്കാൻ കഴിയില്ലെന്ന്. കുഞ്ഞമ്മനോട് ചോദിച്ചു നോക്കിയേ. പ്രായം മറന്ന് ആഹാരം കഴിക്കാണ്ടിരുന്നാൽ എങ്ങനെയാ? മക്കളാരും വരില്ല അല്ലേ? ആര് പറഞ്ഞു വരില്ല? എന്റെ മനസ്സ് പറയുന്നു വെറുതെ കാത്തിരിക്കണ്ടെന്ന്. എന്റെ കണ്ണടയുന്നതിന് മുൻപ് ആരെയും കാണാൻ കഴിയില്ല അല്ലേ? വെറുതെ ഓരോന്ന് ചിന്തിച്ച് ചിന്തിച്ച് ബേജാറാവണ്ട. നീ സമാനായിട്ടിരി. എല്ലാരും വരും. വരും എന്റെ മയ്യത്ത് കാണാൻ. മക്കളെ ആരെയും പഠിപ്പിക്കണ്ടായിരുന്നു, ജോലിക്കും വിടണ്ടായിരുന്നു അല്ലേ? ഒരു വിധത്തിൽ റസാഖിന് ബുദ്ധിയില്ലാണ്ടായത് നന്നായി. അവൻ നമ്മളെ വിട്ട് എവിടെയും പോവില്ലല്ലോ. ബാപ്പ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്റെ മൂത്ത മകൾ സുഹറായ്ക്ക് ഈ പെരുന്നാൾ കഴിഞ്ഞാലുടൻ നിക്കാഹ് നടത്താനാ ഉദ്ദേശിക്കുന്നത്. ചെറുക്കന്റെ വീട്ടുകാർക്ക് എല്ലാം കൊണ്ടും ഇഷ്ടമായിട്ടുണ്ട്. അവരുടെ സ്വന്തം നാടങ്ങ് കോഴിക്കോടാ. വർഷങ്ങളായി ഇവിടെ സെറ്റിൽഡാ. പെരുന്നാൾ ഇനി 4 ദിവസമല്ലേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നിന്റെ ഉമ്മ തീരെ കിടപ്പില്ല. വലിയ പ്രതീക്ഷ വേണ്ടെന്നാ ഡോക്ടർ പറയണേ. കേരളത്തിൽ വലിയ ഹോസ്പിറ്റലും ഡോക്ടേഴ്സും ഒക്കെ ഇല്ലേ ബാപ്പ? ഉമ്മയൊന്നും കൊണ്ടുപോയി കാണിച്ചുകൂടെ? കാശ് എത്ര വെച്ചാ ഞാൻ അയച്ചു തരില്ലേ? ഉമ്മാക്ക് പെരുന്നാളിനെങ്കിലും നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്ന് പെരുത്താശ. ഈ പെരുന്നാളിന് എനിക്ക് വരാൻ കഴിയുമെന്ന് തോന്നണില്ല വാപ്പ. എന്റെ കുട്ടികള് ആ കുരുത്തംകെട്ട ചെറുക്കൻ റസാക്കുള്ളിടത്തോളം അങ്ങോട്ടില്ലെന്നാ പറയുന്നത്. ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് അവിടെ എന്താ കാര്യം? ഒക്കെ ബാപ്പാടെ തോന്നല. ഉമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. കഴിഞ്ഞ പെരുന്നാളിനും ബാപ്പ ഇങ്ങനെ തന്നെയല്ലേ പറഞ്ഞത് ഉമ്മയ്ക്ക് സീരിയസ് ആണെന്ന്. ഈ പെരുന്നാളിനും ഉമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? കുടുംബത്തിൽ ആരും ഇല്ല എന്നുള്ള വിഷമം പിന്നെ വേണ്ടല്ലോ. അവ മാത്രം മതിയല്ലോ. ആ റസാഖ് മക്കളോടുള്ളതിനേക്കാൾ സ്നേഹം ബാപ്പയ്ക്ക് അവനോടാണല്ലോ. എന്നാലും പാത്തുമ്മക്ക് വല്ലാത്തൊരു നിങ്ങളാരും വരില്ല എന്ന് ഇങ്ങനെ എന്നോട് പറയാ. വേണ്ട, ഞങ്ങൾ വരുമെന്ന് കരുതി കഴിഞ്ഞോട്ടെ. തൽക്കാലം ബാപ്പ ഒന്നും പറയണ്ട. ഡോക്ടറെ വിളിപ്പിക്കണോ? ഇന്നലെ തുടങ്ങിയ ചുമയാണല്ലോ. ഒരു കുറവും കാണുന്നില്ല. ഇതിന് കുറയാൻ പോണില്ല. കുറയണമെങ്കിൽ ഞാൻ മയ്യത്താവണം. പ്രായം കുറയായില്ലേ? എന്തിനാ പടച്ചോനിങ്ങനെ വെച്ചോണ്ടിരിക്കുന്നെ? ഉമ്മയ്ക്ക് ഒരു അസുഖവും ഇല്ല. സമാധാനമായി കിടക്കണം. മക്കളെല്ലാം ഉമ്മയെ കാണാൻ വരുന്നുണ്ട്. എനിക്കാരെയും കാണണ്ട. എന്തിനാ വരണേ? കഴിഞ്ഞ 3 വർഷവും വന്നില്ലല്ലോ. അവർക്ക് സമയം കിട്ടുമ്പോഴല്ലേ വരാൻ പറ്റൂ.
ആ റസാക്ക് എവിടെ? അടുത്ത മുറിയിലുണ്ട്. ഇനി നശിപ്പിക്കാൻ ഒന്നും ബാക്കിയില്ല. പുതിയത് വല്ലതും ഉണ്ടോന്ന് നോക്കി നടക്കുക. സലീമിന്റെ മോനാ റസാക്കെന്ന് ആരും അറിയരുത്. എന്റെ മക്കൾക്കാർക്കും അവനെ ഇഷ്ടപ്പെടാൻ കഴിയില്ല. എന്നെങ്കിലും സത്യം എല്ലാവരും അറിയും. അന്നെല്ലാവരും നമ്മളെ വെറുക്കും. റസാക്കിനെ എടുത്തു വളർത്തിയത് തെറ്റായിപ്പോയോ? സലീമിന്റെ മനസ്സ് മാറ്റാൻ ഞാനും ബാപ്പയും കൂടി നടത്തിയ നാടകം ഒടുവിൽ ഇങ്ങനെയൊക്കെ ആവുമെന്ന് നമ്മൾ കരുതിയില്ലല്ലോ ഉമ്മ. നീ എത്ര കാലമായി ഇവിടെ വന്നിട്ട്? എനിക്കറിയില്ല ഉമ്മ. നിന്നെ ഞാൻ പെറ്റില്ലെന്നേ ഉള്ളൂ. നീയും എനിക്ക് മോള് തന്നെ. ഒരു പെരുന്നാളിനാകെ 5 ദിവസത്തെ അവധിയാ കിട്ടുന്നേ. വെറുതെ കാശ് ചിലവാക്കി നാട്ടിൽ പോകണ്ടെന്നാ ഇത്താത്ത പറയുന്നേ. എല്ലാരും പറയുന്നത് ഇവിടെ തന്നെ പെരുന്നാൾ ആഘോഷിക്കാന്നാ. ഉമ്മയെ വന്നൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. മോളെ, ഉമ്മക്ക് ലേശം സീരിയസാ. നിങ്ങളൊന്നും ഒന്ന് കണ്ട. ഇത് ദുബായിയാണ് ബാപ്പ. ബാപ്പ വിചാരിക്കുന്നത് പോലെ അങ്ങോട്ട് ഓടിയെത്താൻ പറ്റുമോ? ഞങ്ങൾ എല്ലാരും കൂടെ നാട്ടിൽ വന്ന് തിരിച്ചു വരുമ്പോഴേക്കും 2 ലക്ഷം രൂപയെങ്കിലും ചിലവാകും. അതുകൊണ്ട് ബാപ്പ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഉമ്മ എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. ബാപ്പാ, ആര് വന്നില്ലേലും ഞങ്ങൾ വരും, തീർച്ച. മക്കളാരും ഇല്ലാത്തതുകൊണ്ട് പാത്തുവിനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു വിചാരിച്ച് ഭസ്മിച്ചിരിക്കായിരുന്നു നമ്മള്. വർഷത്തിലൊരിക്കലും നാട്ടിൽ വരാൻ കഴിയുന്നത് നോമ്പ് തുടങ്ങുമ്പോഴാ. ആരാ? ബാപ്പ. ഇനി തന്നെ. ആ ബാപ്പ, പിന്നൊരു കാര്യം. എന്റെ സലീമിന്റെ പേരില് മുംബൈയിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ട്. എന്റെ ബാപ്പ വാങ്ങി തന്നതാ. 1 കോടി രൂപയായി. അതേതായാലും നന്നായി മോളെ. എല്ലാം പെട്ടെന്നായിരുന്നു ബാപ്പ. അതാ ബാപ്പയെ അറിയിക്കാതിരുന്നത്. അത് സാരില്ല. ബാപ്പയും ഉമ്മയും കാണിക്കാൻ ഫ്ലാറ്റിന്റെ ഫോട്ടോയും വീഡിയോയും എടുത്തിട്ടുണ്ട്. അതിന്റെ DVD ഞാൻ ബാപ്പയ്ക്ക് അയച്ചിട്ടുണ്ട്. ആ മോളെ സീനത്തെ, ഞങ്ങള് വരുമ്പോ ആ റസാക്ക് ഇവിടെ ഉള്ളതൊരു ബുദ്ധിമുട്ടാകുവോ? എന്ത് ചെയ്യാം, ബുദ്ധി വികസിക്കാത്ത കുട്ടിയായി പോയില്ലേ. വല്ല പട്ടിയോ പൂച്ചയോ ആയിരുന്നെങ്കിൽ ഒഴുക്കി കളയെങ്കിലും ചെയ്യായിരുന്നു. ഇത് മനുഷ്യ കുഞ്ഞായി പോയില്ലേ. ഇവിടെ എന്റെ ബാപ്പ തമാശയായിട്ട് പറയാ, റസാക്ക് ബാപ്പയ്ക്ക് വയസ്സാങ്കാലത്ത് വേറെ ഏതോ ബീവിയിലുണ്ടായ സന്തതിയാണ് പോലും. ഓനുമ്മയില്ല, പ്രസവത്തോടെ മയ്യത്തായി. മനസ്സുണ്ടായിട്ടല്ല.
വേറെ വഴിയില്ല. ബാപ്പ ബാപ്പയും ഉമ്മയായിട്ട് അവനിപ്പോ ഞാനും എൻ്റെ ഭാഗത്തേ ഉള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ അവനിവിടെ വരേണ്ടതാണ്. എനിക്കറിയാം അത് ഇത്ര പെട്ടെന്ന് വേണ്ടി വരുമെന്ന് കരുതിയില്ല. ഇവിടെ അവൻ ഒരു കുറവും ഉണ്ടാവില്ല. സമയത്ത് ആഹാരം, ശുശ്രൂഷ, പരിചരണം, ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. ഒന്നിങ്ങി വന്നേ, ഹാജിയാർക്കൊരു കൊറിയറുണ്ട്. എന്താണ് ഒരു കൊറിയറുണ്ട് ഹാജിയാർക്ക്. എന്റെ റബ്ബേ, അല്ല ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, ഇപ്പൊ അത് വന്ന ഹാജാർ അവിടെ ഉണ്ട്. ഇവിടെ ഒന്ന് ഒപ്പിട്ടോളൂ. ഇല്ല, നമ്മളെ കണ്ണ് പിടിക്കൂല, ഇങ്ങടെ തന്നെ ഓരോ പിട്ടോളി. ഇതുവരെ വന്നില്ല, അതെങ്കിലും ഇരിക്കട്ടെ. അല്ല, നമ്മള് ബെരലി മഷിമുക്കി കുത്താണെന്ന് ഓരോ അറിഞ്ഞൂടല്ല. അവനിവിടെ. ഇന്നവന്റെ ഒച്ചയും ബഹളവും ഒന്നും കേട്ടില്ലല്ലോ. റസാക്കിന് നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇന്നലെ അവൻ എന്റെ അരികിൽ വന്നു, ഇവിടെ ഇരുന്നു, എനിക്ക് ഇതുപോലെ മരുന്നെടുത്ത് തന്നു. എന്നിട്ട് ചിരിച്ച് കയ്യിലും മോച്ചു. അവൻ എന്തിയേ? സലീമിന്റെ മകനാ റസാഖ്. അവന്റെ ഉമ്മയാ തമ്പ്രാട്ടിക്കുട്ടി. നാളെ മാസപ്പിറവിക്ക് മുൻപ് ഈ സത്യം എല്ലാരും അറിയണം. അവനെ മന്ദബുദ്ധിയാക്കി ഒറ്റപ്പെടുത്തരുത്. എനിക്കത് സഹിക്കാനാവില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹാജിയാരെ, ഹാജിയാരെ,
മാസപ്പിറവി കണ്ടു. മാസപ്പിറവി കണ്ടു. വന്നു. എവിടെ? മക്കള് വന്നു. മക്കള് വന്നു. എവിടെ? ഇവിടെ വന്നു. ഹലോ, സലീമല്ലേ? അതെ. എന്താ ബാപ്പ? എന്താ ഈ സമയത്ത്? നിങ്ങള് പെരുന്നാളിന് നാട്ടിലേക്ക് വരില്ലേ മക്കളെ? ഞങ്ങള് നാട്ടിൽ വന്നല്ലോ, ഇന്നലെ തന്നെ എത്തി. ഇവിടെ സീനത്തിന്റെ വീട്ടിലാ. പെരുന്നാളിന് വരണ്ടാന്ന് വിചാരിച്ചതാ. സീനത്തിന്റെ ബാപ്പയ്ക്ക് ഞങ്ങൾ ഇവിടെ തന്നെ പെരുന്നാൾ ആഘോഷിക്കണമെന്ന് നിർബന്ധം. അതുകൊണ്ട് ഇങ്ങ് പോന്നു. 3-4 ദിവസം ഇവിടെ താമസിക്കാന്ന് ഞാൻ വാക്ക് കൊടുത്തു പോയി വാപ്പ. ഉമ്മ എവിടെ വാപ്പ? അല്ലെങ്കിൽ വേണ്ട, ഉമ്മ വിളിക്കണ്ട, ഉറങ്ങിക്കോട്ടെ. എന്നാ വെക്കട്ടെ. ഇവിടെ കുട്ടികളെ കൊണ്ട് ഭയങ്കര ബഹളമാ. ബാപ്പ, സലീമാണ്. ഞങ്ങൾ അയച്ചെന്ന കാസറ്റ് കിട്ടിയായിരുന്നോ? കിട്ടി. കാസറ്റ് ബാപ്പ കണ്ടായിരുന്നോ? ഇല്ല, കാണാൻ പറ്റിയില്ല. ഹോ, കണ്ടിട്ടില്ല. ആ കാസറ്റ് കാണണ്ട ബാപ്പ. വീടിന്റെ പടമുള്ള കാസറ്റ് അയച്ചെന്ന് മാറിപ്പോയി. ഞാനിവിടുന്ന് ഡ്രൈവറിനെ അങ്ങോട്ട് അയക്കാം. ആ കാസറ്റ് പൊട്ടിക്കാതെ ബാപ്പ അതിങ്ങ് തിരിച്ചു കൊടുത്തയക്കണേ. റബ്ബേ.
എന്റെ പാട്ടു. ഇല്ലല്ലാഹ്